ദാ എങ്കപ്പാത്തായാലും ഐക്കു 10R വീഡിയോ എവിടെ 10R വീഡിയോ എവിടെയെന്നല്ലേ നിങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഐക്യു നിയോ 10R വീഡിയോ വേണമോ അതോ നത്തിങ് ഫോൺ 3A പ്രോയുടെ വീഡിയോ വേണോ ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ കുറേ അധികം ആൾക്കാർ 3A പ്രോ കുത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുത്തു കൊണ്ടത് അത്രയും നമ്മുടെ ഐക്യുവിന് തന്നെയാണ്. ഐക്യുവിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം ഇറക്കണ ബ്രാൻഡ് ഇപ്പം സത്യം പറഞ്ഞാൽ ഐക്യേ ഉള്ളൂ. കാരണം ഒരു 25,000 രൂപയ്ക്ക് കുറേ അധികം, അതായത് ഇപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സാധനത്തിൽ പറഞ്ഞ ആ ഒരു പ്രൊസസ്സറും വെച്ചുകൊണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ റേഞ്ചിൽ നമുക്കൊരു സാധനം തരണമെന്നുണ്ടെങ്കിൽ, അതും ഫ്ലാഗ്ഷിപ്പ് കില്ലറോ അല്ല, അതിൻ്റെ താഴെ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വെച്ച് തരണമെന്നുണ്ടെങ്കിൽ അവന്മാർ ഇച്ചിരി നല്ല പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. അപ്പം പെർഫോമൻസ്, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ്, അടിപൊളി ഒരു ഡിസ്പ്ലേ, ഇത് മൂന്നുമാണ് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആമസോണിൽ നമ്മൾ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ 4K 60 FPS വീഡിയോ, അതിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ടേജ് ഇട്ടിട്ടുണ്ട്. അത് ഈ സാധനത്തിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്തതാണോ, ആ ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കി യൂസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഐക്യുവിൻ്റെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ദിസ് വീഡിയോ ഗൈസ്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലേ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എത്രത്തോളം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഈ സാധനമൊക്കെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ അധികം ആൾക്കാർ പറഞ്ഞത് ക്യാമറ പെർഫോമൻസ് വീഡിയോ ആണ് ആദ്യം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ക്യാമറ പെർഫോമൻസ് വീഡിയോ ആദ്യം വേണമോ അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോ ആദ്യം വേണോ എന്നുള്ളത്. നമ്മുടെ നിയോ 9 പ്രോയുമായിട്ടുള്ള കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ നിങ്ങളത് പറയണം. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് ആ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി എന്തൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിലും ഡു കമൻറ്റ് ഗൈസ്, നമുക്കതെല്ലാം ചെയ്യാം. നിങ്ങൾക്കൊരു കമൻറ്റ്, അതെനിക്കൊരു കണ്ടൻറ്റ്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. ഷോർട്സിലായിരിക്കും പറഞ്ഞത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഷോർട്സിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം, വലിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ്, ക്യാമറ, ഡീറ്റെയിൽഡ് വീഡിയോ, അതുപോലെ തന്നെ ബാക്കി ടോട്ടലായിട്ടുള്ള പരിപാടി, മൾട്ടിമീഡിയ പരിപാടി, എല്ലാ പരിപാടിയും നമ്മൾ ഇതിൻ്റെ പിറകെ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഏത് വേണം ആദ്യം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു ഐക്യു നിയോ 10R, നിയോ പ്രോ ഒന്നുമല്ല 10R എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. 8GB 128, 8GB 256, 12GB 256 ആണ് നമുക്കിതിൽ വാങ്ങിക്കാൻ പറ്റുന്നത്. 8GB 128 26,999, 8GB 256 28,999, 12GB 256 ആണെന്നുണ്ടെങ്കിൽ 30,999 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബാങ്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ അധികം ആൾക്കാർ വെച്ച് എന്താണ് ഈ പ്രീ ബുക്കിംഗ്, നമുക്ക് 999 രൂപ നമ്മൾ കൊടുത്താൽ ആ പൈസ പോകുമോ എന്നൊക്കെ ചോദിച്ചു. അതിലെല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ 999 രൂപ കൊടുത്ത് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് നമുക്കിപ്പോൾ ബുക്കിംഗ് ഓപ്പൺ ആവുന്ന സമയത്ത്, അതായത് പർച്ചേസിങ് ഓപ്പൺ ആവുന്ന സമയത്ത് ബാക്കി എമൗണ്ട് കൊടുത്ത് നമുക്ക് മേടിച്ചാൽ മതി. അപ്പോൾ ആ പൈസ നമുക്ക് ഇതിനകത്ത് ആടാം. ഇത് എങ്ങനെ മേടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആമസോണിൽ വാലറ്റിനകത്തോട്ട് നമ്മൾ 1000 രൂപ അങ്ങോട്ട് ഇടുക, 1000 രൂപ ഇട്ടിട്ട് ഇത് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ബുക്കായെന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ 1000 രൂപ ഇതിനകത്തോട്ട് ക്രെഡിറ്റ് ആവും. അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി റേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, എന്തുവേണോ പരിപാടി ചെയ്യാൻ പറ്റും. പക്ഷേ പ്രീ ബുക്കിംഗ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ വലിയ അത്യാവശ്യം ഇല്ലാത്തവരാണെങ്കിൽ പ്രീ ബുക്കിംഗ് ഒന്നും വേണ്ട. ചിലപ്പം ബാങ്ക് ഓഫേഴ്സ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഈ പ്രീ ബുക്കിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ സാധനം വലിയ ഇതാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുമെന്നേ ഉള്ളൂ. പിന്നെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണോ എന്ന് വെച്ചാൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും ഷോപ്പ് നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഐക്യു ഡിവൈസസ് ഒക്കെ ഉള്ള ഷോപ്പുകൾ അറിയാം. നമ്മൾ അതിൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പ്രൊമോഷനും കാര്യങ്ങളൊന്നല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഓൺലൈൻ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഈ ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256 ആണ്. അപ്പോൾ അത് 128 ഞാൻ എടുക്കാൻ പ്രിഫർ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ UFS 3.1 ആണ് അതിൽ പറഞ്ഞത്. അപ്പം 8GB 256-നും 12GB 256-നും 4.1 ഉണ്ട് UFS. അപ്പോൾ എന്തിനാണ് UFS 4.1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹൈ എൻഡ് ഗെയിം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ BGMI പോലത്തെ ഒരു ഹൈ എൻഡ് ഹൈ ഗ്രാഫിക്സ് ഗെയിം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടുന്ന സമയത്ത് ആ ഒരു ഇപ്പോൾ UFS 3.1-നെക്കാളും ബെറ്റർ ആണ് UFS 4.1 എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അത് ലോഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് മീഡിയ ഒക്കെ ഷെയർ ചെയ്യൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അതൊക്കെ ഉപയോഗം വരും. അതുപോലെ തന്നെ നമുക്ക് OTG കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ UFS. അപ്പോൾ നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഇത് തുറക്കാം. ഓവറോൾ റിവ്യൂവിൽ ഇതൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. തുറക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇത് അവിടെ കാണാൻ പറ്റും. നമുക്ക് സ്മാർട്ട് ഫോൺ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതാ ഈ ഒരു പേപ്പർ പറഞ്ഞുകൊണ്ട്, ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളയാതെ വെച്ചേക്കണം. നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ ബാക്കിലോ ഒക്കെ ഒട്ടിച്ച് വെക്കണം. നമ്മുടെ IMEI നമ്പറാണ്. കഴിഞ്ഞ് നമുക്ക് ഇതാ ഫോൺ ഇരുന്ന ഒരു കൂടാണ് നമുക്ക് ഇരിക്കുന്നത്. ആ കൂട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കേസാണ്
നമുക്കൊരു കേസാണ് ഇതാ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു കേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കേസാണ്. അകത്തൊരു ഇങ്ങനെ മറ്റേ ഗ്രിപ്പുള്ളൊരു കേസാണ് കേട്ടോ ഇരിക്കുന്നത്. ആ ഗ്രിപ്പുള്ള കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫോൺ ഗ്രിപ്പായിട്ട് പിടിച്ച് നിർത്തും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ഇവിടെ കുറച്ച് യൂസർ മാനുവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ വാറൻറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യൂസർ മാനുവലാണ്. നമ്മൾ ഫോൺ സിം ഇട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ വാറൻറ്റി ഓൺ ആവുന്നതാണ്. പിന്നെ ബിൽ ഡേറ്റ് തന്നെ ആയിരിക്കും വാറൻറ്റി. എന്നാലും അതൊരു ആപ്പ് കാണിക്കും, ഐക്യൂൻ്റെ ആപ്പിനകത്ത് വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് കാണിക്കും. അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് 80 വാട്ടിൻ്റെ ആ ഒരു ഫ്ലാഗ് ചാർജറാണ് ഇതായി വരുന്നത്. USB A to C ആണ് നമുക്കിതാ ഇവിടെ ചാർജർ പറഞ്ഞത്. നമുക്കിതാ അതിൻ്റെ ഒരു വയറും ഉണ്ട്, USB A to C തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിം ഇജക്ടർ പിന്ന് നമുക്കിതാ ഇവിടെ കാണാൻ കിട്ടുന്നതാണ്. അത്രയേ ഉള്ളൂ ഗൈസ്. വേറെ ബോക്സിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഓണാക്കി നോക്കാം. സ്മാർട്ട് ഫോൺ ഓണാക്കാനായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ആവും ഗൈസ്. ഈ സാധനത്തിനെന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുന്ന സാധനമില്ല. ഏകദേശം 195 ഗ്രാം മാത്രമാണ് ഗൈസ് ദാ ഈ ഇരിക്കുന്ന IQ 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനുള്ളത്. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. അതിൻ്റെ തിക്നെസ് നോക്ക്, തിക്നെസ് കണ്ടാ വെറും 0.789 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു തിക്നെസ് പറഞ്ഞ ഗൈസ്. ഈ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ഫോൺ. നമ്മുടെ ആ ഒരു IQ Neo 9 Pro നമ്മുടെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ബാക്കിൽ നമുക്ക് ആ ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങളൊന്നുമില്ല. ഡ്യൂ ടു കോസ്റ്റ് കട്ടിങ് നമുക്ക് ലെതർ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് ആദ്യം ബൂട്ട് ചെയ്ത് നോക്കാം, എത്ര ഫാസ്റ്റിന് ഇത് ഓൺ ആവുന്നുണ്ട് എന്ന് നോക്കാം. ഏകദേശം സെക്കൻഡുകൾക്കകം തന്നെ നമ്മുടെ ഫോൺ ഓണായിട്ടുണ്ട്. ഓണായതിനു ശേഷം നമ്മൾ എന്താ നോക്കേണ്ടത്, നമുക്ക് ഫിംഗർ പ്രിൻറ്റ് എത്രത്തോളം കിടിലമാണ് ഈ ഒരു സ്കോട്ട് സെൻസേഷൻ ഡിസ്പ്ലേ, അതായത് തറയിലിട്ടാലൊന്നും പൊട്ടാത്ത ഈ ഒരു ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. നമ്മൾ തറയിലൊന്നും ഇടാൻ പാടില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം നമ്മൾ തറയിലൊന്നും ഇട്ട് അങ്ങനെയൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ മാനുവായിട്ട് ഉപയോഗിക്കാനാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കയ്യും തറ വേണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സ്കോട്ട് സെൻസേഷൻ ഗ്ലാസ്സിൽ നമ്മൾ ദാ ഇവിടെ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് എത്രത്തോളം ഫാസ്റ്റാണ് നോക്കാൻ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. IQ Neo 9 Proൻ്റെ അത്ര ഫാസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യില്ല. ആദ്യമായിട്ട് ഇതാ ഓപ്പൺ ആക്കിയാണ്. ഇതാ IQ Neo 9 Pro ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓപ്പണായി വന്നേനെ. അപ്പോൾ Neo 9 Proൻ്റെ അത്ര ആ ഒരു ഫാസ്റ്റ് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫേസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഫേസിൻ്റെയും ഫിംഗർ പ്രിൻറ്റിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് റീൽസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് പങ്കുവയ്ക്കാം. നിങ്ങൾ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെയാണ് നമുക്ക് സിം ഇടാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 നാനോ സിം നമുക്ക് ഇടാൻ പറ്റും. തൊട്ട് അപ്പുറത്തെന്ന് പറഞ്ഞാൽ ആ സിം ഊരാനുള്ളൊരു ഓട്ടയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു മൈക്രോഫോണാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്പീക്കർ പറഞ്ഞുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് USB 2.0യുടെ ഒരു C ടൈപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 3.0 വരേണ്ട സമയമായി. എന്നിരുന്നാലും 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഐഫോണിൽ ഇപ്പോഴും ഫാസ്റ്റ് ചാർജിങ് വരാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു 2.0 എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കേസല്ല. ഈ ഒരു ബഡ്ജറ്റിൽ ഇത് മതി, കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ പറഞ്ഞ സമയത്ത് നമുക്ക് ലോക്ക് സ്വിച്ച് ആണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് വോളിയം ഡൗൺ ആൻഡ് വോളിയം അപ്പ് ആണ് പറഞ്ഞത്. നമുക്ക് IR ബ്ലാസ്റ്റർ ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ, ഒരു മൈക്കും ഉണ്ട്. ഈ IR ബ്ലാസ്റ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് AC TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇതിനകത്ത് റിമോട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ റിമോട്ട് എന്ന് പറഞ്ഞ സാധനം എടുത്ത് വെച്ചിട്ട് ഏത് AC ആണ് ഏത് TV ആണെന്നൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന 144 ഹെർട്സിൻ്റെ ഒരു കിട്ടില്ല ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ചിൻ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് HDR കണ്ടൻ്റൊക്കെ കാണാനൊക്കെ ഈ സാധനം ഉണ്ടല്ലോ വേറെ ലെവൽ സാധനമാണ്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലെന്ന് പറഞ്ഞാൽ അത് ഇത്രയായിരിക്കും. അതുവഴി താഴെ ചിഹ്നം പറയുമ്പോൾ മുകളിൽ നിന്നും കുറച്ച് വ്യത്യാസം, അതായത് കുറച്ച് മാത്രം ഹൈറ്റ് കൂടിയ ചിഹ്നമാണ് വരുന്നത്. അല്ലാതെ സെയിം സൈസ് അല്ല വരുന്നത്, ഒരു ശക്ലമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല വിസിബിലിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിട്ടിലൊരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം ഇതിനകത്തിരിക്കുന്ന പ്രൊസസ്സർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിലൊക്കെ വരുന്ന അതേ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ വരുമ്പോൾ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ അത് നമ്മുടെ യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം കുറവാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോഴെന്നൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിനുള്ളൊരു ഓവറോൾ റിവ്യൂ എന്തായാലും ഇടാം. അപ്പോൾ 4nm പ്രൊസസ്സറാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊസസ്സറാണ് ഗൈസ് ഇതിനകത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമിങ്ങിലേക്ക് കിട്ടില്ല എക്സ്പീരിയൻസ് വരാനായിട്ട് LPDDR5X റാമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റാണ്. അതിൻ്റെ കൂടെ UFS 4.1 കൂടെ പറഞ്ഞ സമയത്ത് പറന്ന് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും. അതിൽ തന്നെ ഇതിൻ്റെ പൂർവികനായിട്ടുള്ള Neo 9 Pro അത് കുറച്ചുകൂടെ വിലയാണ്. അപ്പോൾ നേരത്തെ ഫിംഗർ പ്രിൻ്റ് കേസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു 35 രൂപ റേഞ്ചിലുള്ള ഫോണോ 25 രൂപ റേഞ്ചിലുള്ള ഫോണോ ആയിട്ട് കമ്പയർ ചെയ്യണം എന്ന് വിചാരിക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു പോരായ്മയായിട്ട് നിങ്ങൾ കൂട്ടരുത്. അപ്പോൾ അതിൻ്റെ ഗെയിമിംഗ് ആണോ ഇതിൻ്റെ ഗെയിമിംഗ് ആണോ കിടിലമെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസിൽ BGMIയും ഗെൻഷൻ ഇമ്പാക്റ്റും രണ്ടും ഒരുമിച്ച് വേണോ, രണ്ടും രണ്ടായിട്ട് വേണോ, ഡീറ്റെയിൽ ആയിട്ട് വേണോ
ആണോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അത് എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ 6400 mAh ബാറ്ററിയാണ്. 80 വാട്ടിൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ്, അതായത് ഫ്ലാഷ് ചാർജിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഫാസ്റ്റിന് ചാർജ് കയറും. 6400 ഉള്ളത് കൊണ്ട് എത്രത്തോളം നമുക്ക് ചാർജ് നിൽക്കുന്നുണ്ട്, എത്ര സമയം കൊണ്ട് കയറും എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ ഷോർട്സിൽ എന്തായാലും ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വെപ്പർ കൂളിംഗ് ചേമ്പർ എന്ന് പറഞ്ഞ സാധനം 6043 mm² ആണ് ഇതിൻ്റെ പറഞ്ഞത്. അതായത് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സെറ്റപ്പ് പറഞ്ഞത് അത്രയും ഇച്ചിരി വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ എത്രത്തോളം ഹീറ്റ് റെഡ്യൂസ് ആവുന്നുണ്ട്, ഗെയിം കളിക്കുമ്പോൾ എത്രത്തോളം വാം ആവുന്നുണ്ടോ, ഹീറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഈ ഒരു 6400 mAh വെച്ചൊരു 3-4 മണിക്കൂറുള്ള എന്തായാലും BGM കളിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ച് നമുക്ക് സ്ട്രീം ചെയ്യണോ, OBS വഴി സ്ട്രീം ചെയ്യണോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് നമുക്ക് അതും ചെയ്യാം. ഫണ്ട ചോയ്സ് ആണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വോയിസ് ആണ് ഇഷ്ടപ്പെടാത്തത്. ഈ ഒരു വിവോ IQ എന്നൊക്കെ പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ വോയിസ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തത്. അവർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ 3 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും അവർ പറയണുണ്ട്. അതുപോലെ തന്നെ ബ്ലോട്ട് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് കളയേണ്ടതായിട്ട് വരും. ആവശ്യമില്ലാത്തേക്ക് എടുത്ത് കളയണത് തന്നെയാണ് നല്ലത്. നമുക്ക് വലിയ ഇതൊന്നും കുറ്റമായിട്ടൊന്നും പറയില്ല, നമുക്കത് എടുത്ത് കളയാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ AI പറ്റി പറയാൻ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം IQ13 വരുമ്പോൾ തന്നെ AI പരിപാടിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സർക്കിൾ ടു സെർച്ച്, പിന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വോയിസിൽ നമുക്ക് ആഡ് ചെയ്തിടാനും ടൈപ്പ് ചെയ്തിടാനും ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ AI വെച്ച് നല്ലപോലെ നടക്കുന്നുണ്ട്. ഞാൻ എവിടെയും പറയും സാംസങ് ആണ് ഉള്ളതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് AI സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു. പിന്നെ പിക്സൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ അധികം സാധനങ്ങളൊക്കെ സാംസങ് അടിപൊളിയായിട്ട് ചെയ്യണുണ്ട് സാംസങ്ങിൻ്റെ AI. അപ്പോൾ IQ13 ആ ഒരു AIയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഷോർട്സിലിടാം. അത് കുറച്ച് നാളായതുകൊണ്ടാണ് ഞാനത് പിന്നെ ഇടാത്തത്. കുറച്ചധികം നാളായി നമ്മൾ റീലൊക്കെ ഇട്ടിട്ട് ആ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതും സാംസങ്ങും കൂടെ വെച്ചിട്ട് AI ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സാംസങ് ജയിക്കുള്ളൂ AI പരിപാടിയിലൊക്കെ. ആപ്പിൾ പോലും മാറിയാണ് നിൽക്കുന്നത്. അപ്പം AI പരിപാടിയൊക്കെ നമുക്ക് ഇതിൻ്റെത് ചെയ്യാം. അത്യാവശ്യം നൈസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. സെൻസേഴ്സ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് പറഞ്ഞത്. ഇപ്പോൾ ഫാസ്റ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അതാ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് Neo 9 Pro ആണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഓൺ ആവുമായിരുന്നു. ഇതിപ്പോൾ എന്താ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഓൺ ആയിട്ടുള്ളത്. പിന്നെ ഫേസ് ID ഉണ്ട്. ഫേസ് ID ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ പെർഫോമൻസ് വീഡിയോ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിലല്ലോ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസിൻ്റെ വീഡിയോ പറയുമ്പോൾ നമുക്കത് ചെയ്യാം ഫേസിനെ പറ്റിയിട്ടുള്ളത്. തന്നെ കണക്ടിവിറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 10 5G ബാൻഡ്സ് ഇതിനകത്ത് പറഞ്ഞുണ്ട്. Wi-Fi 6ൻ്റെ സപ്പോർട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. അങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഏകദേശം തട്ടിക്കൂട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആശാനി. 2 സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്ക് പരിപാടി ഒന്നുമില്ല. USB-Cൻ്റെ ഒരു ഹെഡ്ഫോൺ നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ USB-C to 3.5 mm ഒരു കണക്ടർ വാങ്ങിക്കുക, എന്നിട്ട് കുത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പോഴിനി ആ ഒരു സാധനം ഒന്നും കിട്ടത്തില്ല. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാൻ തന്നെയാണെന്ന് എനിക്കറിയാം. ഇതിൽ 2 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. IMX882ൻ്റെ 50 മെഗാ ഒരു മെയിൻ ക്യാമറയും ഒരു 8 മെഗാ ഒരു സെക്കൻഡറി ക്യാമറ ആയിട്ടുണ്ട്. നമ്മൾ Neo 9 Proയിലെ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൾട്രാ വൈഡ് ക്യാമറ അത്ര സുഖമില്ല, ഫ്രണ്ട് ക്യാമറ അത്ര സുഖമില്ല. ഇതിൽ 32 മെഗാ ഒരു ഫ്രണ്ട് ക്യാമറയാണ് പറഞ്ഞത്. 5 ഹോളാണ് പറഞ്ഞത്. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമറ പെർഫോമൻസ് വീഡിയോയിൽ ചെയ്യാം. ഇതിൽ 4K 60 നമുക്ക് ബാക്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അൾട്രാ വൈഡിൽ നിന്നും നമുക്ക് സ്വിച്ച് ചെയ്ത് പോക്ക് ഒക്കെ 4Kയിലൊന്നും നടക്കത്തില്ല. അൾട്രാ വൈഡിൽ നമുക്ക് 1080p ബാക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഡ്ജറ്റ് ഏതിലൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. മറ്റേ Q1 ചിപ്പ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, Q2 ചിപ്പ്, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അതൊരു ബഡ്ജറ്റ് കട്ടിങ് ആണ്. പിന്നെ ലെതർ ടൈപ്പ് സാധനം ഇതിനകത്ത് വരുന്നില്ല, അതൊരു ബഡ്ജറ്റ് പിടുത്തമാണ്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറയൊക്കെ അവർ അത്യാവശ്യം ഒരു ക്യാമറ അൾട്രാ വൈഡ് എന്നുള്ളൊരു സാധനമേ കൊടുത്തിട്ടുള്ളൂ ആയിരിക്കണം. കാരണം 8 മെഗാ ആയതുകൊണ്ടും ആ ഒരു സെൻസറിൻ്റെ ഇത് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. IP65ൻ്റെ ആ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് പരിപാടി, അതായത് ചെറിയ തൂറ്റലൊക്കെ കൊണ്ടാൽ കുഴപ്പമില്ലാതെ നമുക്ക് ടച്ചൊക്കെ വർക്ക് ചെയ്യാം. വലിയ അത്യാവശ്യം കാര്യമാണെങ്കിൽ എടുത്ത് മഴ പെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ചെറുതായിട്ടൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് വെള്ളത്തിലൊന്നും കൊണ്ടിട്ട് മുക്കിക്കളയിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ അവർ തരത്തില്ല. അത് മെയിൻ കാര്യമാണ് കേട്ടോ. അപ്പം ക്യാമറയാണോ ബെറ്റർ, ഇതിൻ്റെ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ് ആണോ ബെറ്റർ എന്ന് പറയുന്നൊരു വീഡിയോ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഒട്ടനെ വീഡിയോസ് വരും. നിങ്ങൾക്ക് എന്ത് കാര്യവും ഈ ഒരു IQ Neo
ടെണ്ണ് ആറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും IQ ഡിവൈസ് ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ പറയുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും. എന്തായാലും വെയിറ്റ് ചെയ്യണേ, ഒരു 1-2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി എന്തെങ്കിലും ഒരു ഓഫറിൽ റേറ്റ് കുറഞ്ഞാലോ. അപ്പോഴേ അടുത്ത IQൻ്റെ കിടിലം വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.